കഥ മുറാദ്, രചന റഷീദ് MRK, അവതരണം അബു തമീം. ഭാഗം 62. കമാൽ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, അല്ല ഷാഫി, നിന്നോടൊരു കാര്യം പറയാൻ എന്നും വിചാരിക്കും. ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. നിൻ്റെ കല്യാണം നോക്കുന്ന സമയത്ത് നമ്മളൊന്ന് വൈകുന്നേരം പോയി കണ്ട ഒരു കുട്ടിയില്ലേ, നീ മറന്നു കാണും. ഒരു സ്കൂളിൻ്റെ പിറകിലായിട്ടായിരുന്നു ആ വീട്. ദൂരം കൂടുതലാണെന്ന് പറഞ്ഞ് മുടക്കിയ കേസ് ഓർമ്മയുണ്ടോ? അവൻ്റെ ചോദ്യം കേട്ടും ഷാഫി പെട്ടെന്ന് അവനോട് ചോദിച്ചു, നിൻ്റെ ഉമ്മയുടെ കുടുംബത്തിൽ നിന്നും പോയി കണ്ട കുട്ടിയല്ലേ ഷഹനാസ്? ആ കുട്ടിയുടെ കാര്യമാണോ? യെസ്, അവൾ തന്നെ. ഞാൻ വിചാരിച്ചു നീ അത് മറന്നു കാണുമെന്ന്. അവളെ പേര് വരെ ഓർമ്മയുണ്ടല്ലോ. അവളെ കല്യാണവും നിൻ്റെ കല്യാണവും കഴിഞ്ഞ ഉടനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച അവളെ ആ പയ്യൻ തൊലാക്കി ചൊല്ലിയെന്ന് ഉമ്മ പറഞ്ഞിരുന്നു. നിന്നോട് പറയാൻ മറന്നു. ഷാഫിയുടെ മനസ്സിൽ മറവ് ചെയ്ത അവനേറ്റവും ഇഷ്ടപ്പെട്ട കിനാവുകളിൽ ഒന്നിനെക്കുറിച്ചാണ് താനിങ്ങനെ ലാഘവത്തോടെ പറയുന്നറിയാതെ കമാൽ ആ വിഷയം പറയുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് ഷാഫി കേട്ടുകൊണ്ടിരുന്നത്. ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഷഹനാസ് 5-8 മിനിറ്റ് കൊണ്ട് മനസ്സിലേക്ക് കയറിയതും പിന്നീട് മായ്ക്കാൻ ഒരുപാട് പ്രയാസം നേരിടേണ്ടി വന്നതുമായ പേര്. പെണ്ണ് കാണുന്ന മുറിയിൽ വെച്ച് തന്നെ തൻ്റെ മനസ്സിൻ്റെ വേദന കണ്ടവൾ, അതെന്നോട് ചോദിച്ചവൾ, മഹർ നൽകാനായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചവൾ. ചിന്തകളിലേക്ക് വഴുതി വീണ ഷാഫിയെ തോണ്ടി വിളിച്ചും കൊണ്ട് കമാൽ വീണ്ടും പറഞ്ഞു, ഹൈ ലെവൽ ടീമിലേക്കായിരുന്നു കെട്ടിച്ചിരുന്നത്. പയ്യൻ്റെ കൂട്ടുകാർ അവന് മാച്ചല്ല എന്നൊക്കെ പറഞ്ഞ് വിടപ്പിച്ചത് കാരണമാണത്രേ വിരുന്നിൻ്റെ മുൻപ് തന്നെ അവളെ അവൻ ഒഴിവാക്കിയത്. നല്ല കുട്ടിയായിരുന്നല്ലേ? കമാൽ പറഞ്ഞു നിർത്തിയപ്പോൾ കൂടുതലായി ഒന്നും പിന്നീട് ചോദിച്ചില്ല. അല്ല, ചോദിക്കാൻ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. വെട്ടേറ്റ് മരിച്ചെന്ന് കരുതിയ ചില ആഗ്രഹങ്ങൾക്ക് ജീവനുണ്ടെന്നറിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും വേദനയും ഒരുമിച്ച് വന്നു. പക്ഷേ അതിൽ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. ഷാഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവൻ ആഗ്രഹിച്ച കുട്ടിയുടെ അവസ്ഥയും കൂടി മനസ്സിനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കാൻ തുടങ്ങി. ഒന്നും പറയാനും ചെയ്യാനും വയ്യാത്ത അവസ്ഥ. കമാലിനോട് അവളെ എനിക്ക് തന്നൂടെ എന്ന് പറയാൻ തോന്നിയെങ്കിലും കഴിഞ്ഞില്ല. താൻ വിവാഹിതനാണെന്ന് ഓർമ്മ വന്നതോടെ ആ വിഷയമൊന്ന് മാറ്റിത്തരാൻ മറവിയോട് യാചിക്കേണ്ട അവസ്ഥ. കൂടുതൽ അവൻ്റെ കൂടെ ഇരിക്കാതെ വണ്ടിയിൽ കയറി ഒറ്റയ്ക്ക് കുറേ നേരം ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു, എവിടേക്കെന്നില്ലാതെ. മനസ്സ് ശാന്തമാകാൻ ഒറ്റയ്ക്കുള്ള നടത്തവും ഒറ്റയ്ക്കുള്ള യാത്രയും ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ഷാഫിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു. പരിഹാരമില്ലാത്ത ദുഃഖങ്ങൾക്ക് ഏകാന്തത നൽകുന്ന പോലെയുള്ള ആശ്വാസം ആര് നൽകാൻ? തനിക്കവളെ കിട്ടിയിരുന്നെങ്കിൽ പൊന്നുപോലെ നോക്കുമായിരുന്നു. ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താതെ ആയുസ് തീരുന്നവരെ സന്തോഷം നൽകി കൂടെ നിർത്തുമായിരുന്നു. ദുഃഖവും സന്തോഷവും പറഞ്ഞ് ദുനിയാവിലെ സകലതിനും അസൂയ വരാൻ പാകത്തിന് ഞാൻ അവളെ പ്രിയപ്പെട്ടവളായി കാണുമായിരുന്നു. അവൾ എൻ്റെ കൽബിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകളിൽ താൻ കണ്ടത് അവളുടെ സ്നേഹം നിറഞ്ഞ മുഖം മാത്രമായിരുന്നു. പെണ്ണിൻ്റെ സ്നേഹം കിട്ടാത്തവൻ്റെ മനസ്സിലേക്ക് പെയ്ത ആഗ്രഹങ്ങളുടെ ആ പെരുമഴ പെട്ടെന്ന് തോർന്നു. തൻ്റെ സ്വപ്നങ്ങൾ മാത്രമാണിതെന്നും അവളെ ഒരിക്കലും തനിക്ക് കിട്ടില്ലെന്നും ഓർമ്മ വന്നോടെ നെടുവീർപ്പുകൾ സഹായത്തിനെത്തി. നേരം ഒരുപാടായിരിക്കുന്നു. നേരത്തെ ഇറങ്ങിയതാണ്. വീട്ടിലേക്ക് പോകാൻ തന്നെ മടിയാകുന്നത് പോലെ. കെട്ടുന്ന പെണ്ണിനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത വേദനകൾ അനുഭവിക്കാൻ കാത്തിരിക്കുന്നവന് കാലം നൽകിയ സമ്മാനമാണ്. സ്വന്തം ഭാര്യയെ കാണുമ്പോൾ തന്നെ ഭയവും ദേഷ്യവും അനുഭവപ്പെടുന്ന അവസ്ഥ. വീട്ടുകാർ ഉള്ളപ്പോൾ എങ്ങനെ പോകാതിരിക്കും? വീട്ടിലേക്ക് വരുന്ന സമയം ഒരു മിനിറ്റ് വൈകിയാൽ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, രാത്രി കാണാതായാൽ സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന ഉപ്പ, അന്യ വീട്ടിൽ ജനിച്ചവർ ആയിട്ടും താൻ വീട്ടിലില്ലെങ്കിൽ എന്തോ പോലെയാണെന്ന് പറയുന്ന ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരും അവരുടെ സ്നേഹത്തിൻ്റെ മണമുള്ള മക്കളും. അവരെയൊക്കെ സ്നേഹിക്കാനുള്ളപ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ വീട് ഒഴിവാക്കും? അവളാൽ ഇന്നലെ വന്ന് തൻ്റെ കിനാവുകൾ തീയിട്ടവൾ. ക്ഷമ കൊണ്ട് ആഞ്ഞു വീശി ഞാനിതൊക്കെ ഒരിക്കൽ കെടുത്തും, എന്നിട്ട് വിധിയുടെ തീരുമാനങ്ങൾ തോറ്റുവിടുന്നത് നോക്കി നിൽക്കുമെന്നുറപ്പിച്ച് ഷാഫി വീട്ടിലേക്ക് തിരിച്ചു. നേരം രാത്രിയായിട്ടുണ്ട്. പള്ളിയിൽ കയറി ഇശാ നമസ്കാരം കഴിഞ്ഞാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിലേക്ക് കയറി സലാം പറഞ്ഞപ്പോഴാണ് ഉപ്പയടക്കം വീട്ടിലുള്ള എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചാണ് കാത്തിരിക്കുന്നതെന്ന് മനസ്സിലായത്. അവർക്കെല്ലാം എന്തോ കാര്യമായി പറയാനുണ്ടെന്ന് ഹാളിലെ നിശബ്ദത കണ്ടപ്പോൾ മനസ്സിലായി. എന്താണ് പുതിയത് എന്നും ചിന്തിച്ച് ഉള്ളിലുള്ള ആകാംക്ഷ പുറത്തേക്ക് കാണിക്കാതെ ഉമ്മയിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ട് തന്നോട് മര്യാദക്കൊന്ന് സംസാരിക്കാൻ ശ്രമിക്കാത്ത ഫർസാൻ ആദ്യമായി തന്നോട് ചേർന്നിരുന്നും കൊണ്ട് ചിരിച്ചപ്പോൾ ഷാഫി അമ്പരപ്പോടെ അവളെ നോക്കിയതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കൈവച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഉമ്മാൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടായത് കാരണം? ഷാഫി മറുപടി പറഞ്ഞില്ല. ഷാഫിയുടെ നെഞ്ചിരിപ്പ് കൂടുന്നത് അവൾ അറിയാതെ നോക്കാൻ അവൻ പ്രയാസപ്പെടുന്നത് അവൾ മനസ്സിലാക്കിയത് പോലെ അവൾ വീണ്ടും ചോദിച്ചു, ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഒരു പെണ്ണിൻ്റെ ചൂട് ജീവിതത്തിൽ ആദ്യമായി അറിഞ്ഞത് കാരണം സംസാരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഷാഫി ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അവനെ അവൾ ചുംബിച്ചത്. അതോടെ എഴുന്നേറ്റിരുന്ന കിതക്കുന്ന ഷാഫി ഫർസാനയുടെ മുഖഭാവങ്ങൾ മാറി മറിയുന്നത് കാണുന്നില്ലായിരുന്നു. കിതപ്പടങ്ങിയതോടെ അവൻ ചോദിച്ചു, നിനക്കെന്ത് പറ്റി? എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഞാൻ നല്ലതൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞത്, പിന്നെന്താ ഇങ്ങനെയൊരു മാറ്റം? അതിഷ്ടപ്പെടാത്തതുപോലെ അവൾ പറഞ്ഞു, ഇതാണ് ഞാൻ നിങ്ങളോട് അടുക്കാത്തത്. എല്ലാം സംശയമാണ്. എങ്ങനെ സംശയം വരാതിരിക്കും?
എന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും അവളുടെ ഈ മാറ്റം ഇങ്ങനെ തന്നെ കാണാൻ കൊതിക്കുന്ന ഷാഫി ശബ്ദമയപ്പെടുത്തി പറഞ്ഞു, നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അവൾ മറുപടി പറഞ്ഞില്ല. എന്താ നിൻ്റെ റൊമാൻറ്റിക് മൂഡ് പോയോ എന്നവൻ ചോദിച്ചതും അവൾ ചിരിച്ചും കൊണ്ട് പോയിട്ടൊന്നുമില്ല, പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുമോ? അവളുടെ ഉദ്ദേശം മനസ്സിലാക്കാനാവാതെ പെണ്ണിൻ്റെ കെണിയിൽ വീണ ഷാഫി അവളോട് നീ പറ, ദേഷ്യപ്പെടില്ല എന്ന് പറഞ്ഞതും അവൾ പറഞ്ഞു, മറ്റന്നാൾ ക്ലാസ് തുടങ്ങാണ്, നിങ്ങൾ പറഞ്ഞേക്കുമോ? എന്നെ ചേർക്കാൻ നമുക്ക് രണ്ടാൾക്കും കൂടി പോകാം. ഇല്ലെന്ന് പറഞ്ഞാൽ അവളുടെ സ്വഭാവം വീണ്ടും മാറുമെന്ന് ഉറപ്പുള്ള ഷാഫി ഇതിങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അതല്ലേ തനിക്കുന്നല്ലെന്ന് ചിന്തിച്ച് മറുപടി കൊടുത്തു. ഞാൻ പറഞ്ഞതാണല്ലോ, പറഞ്ഞേക്കാം എന്ന് പിന്നെന്താ ഒരു സംശയം? അല്ല, നിങ്ങളെ ഇന്നത്തെ ദേഷ്യം കണ്ടപ്പോൾ വിടില്ലെന്ന് കരുതി. സ്വന്തം വീട്ടുകാരോട് താനിന്ന് സംസാരിച്ച രീതി കണ്ട് അവൾ ഭയന്നിട്ടുണ്ട്. അതാണ് അവൾ ഈ സ്നേഹം കാണിച്ചതെന്ന് മനസ്സിലാക്കിയ ഷാഫി അന്ന് അവളോട് എങ്ങോട്ടടുക്കാൻ നോക്കിയെങ്കിലും അവൾ തന്ത്രപരമായി അവനിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. അല്പസമയത്തേക്ക് മാത്രമായിരുന്നു ആദ്യമായി അവളുടെ വശീകരണത്തിൽ വീണുപോയ ഷാഫിക്ക് അന്ന് രാത്രിയിൽ അവളിൽ നിന്നും അവൻ പ്രതീക്ഷിച്ച ഒരു പ്രതികരണം ലഭിക്കാത്തത് അവനെ സങ്കടപ്പെടുത്താൻ കെൽപ്പുണ്ടായിരുന്നെങ്കിലും കാത്തിരിക്കാൻ ക്ഷമ കാണിക്കേണ്ട അവസ്ഥ വന്നു. പിറ്റേന്ന് മുതൽ വീട്ടിൽ അവൾക്ക് വന്ന മാറ്റങ്ങൾ ഷാഫിയെ സന്തോഷവാനാക്കിക്കൊണ്ടിരുന്നു. കൂടുതൽ അടുത്തില്ലെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റൂമിലും മാറ്റങ്ങൾ പ്രകടമാകുന്നത് പോലെ പെരുമാറ്റം. 2 ദിവസത്തിന് ശേഷമാണ് അവളെക്കൊണ്ട് പുതിയ കോളേജിൽ അഡ്മിഷന് വേണ്ടി ചെല്ലുന്നത്.